സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കൺമണിയുടെയോ കൃഷിൻ്റെയോ സാഗറിൻ്റെയോ ഭാഗ്യം കൊണ്ട് സുജാതയ്ക്ക് ആ പഴയ മനസ്സ് തിരികെ കിട്ടിയിരിക്കുകയാണ്. സാഗർ പറഞ്ഞ് മനസ്സിലാക്കിയത് സുജാത തൽക്കാലം ഉൾക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിലും കൃഷ്ണനെ അങ്ങനെ അങ്ങ് വെറുക്കാനോ മറക്കാനോ സുജാതയ്ക്ക് ഒരിക്കലും സാധിക്കില്ല. അതെന്താണെന്ന് വെച്ചാൽ കൃഷ്ണനെയാണ് ആദ്യം അവർക്ക് അമ്മയെന്ന പദവി കൊടുത്തത്. അങ്ങനെ കൃഷി കിടക്കുന്ന ആശുപത്രി റൂമിൽ വെച്ച് തങ്ങളുടെ കളിച്ചിരികളുമായിട്ട് നിൽക്കുകയാണ്. അല്ലെങ്കിലും കൃഷ്ണൻ്റെ സ്വഭാവം അങ്ങനെയാണ്. അയാളുടെ പ്രിയപ്പെട്ടവർ അരികിലുണ്ടെങ്കിൽ ആ നിമിഷം എത്രയും കളർഫുള്ളും എൻജോയ്മെൻറ്റും ഉള്ളതാക്കാനായിട്ട് കൃഷി ശ്രമിക്കും. പിന്നീട് എന്തോ കൂനിന്മേൽ കുരു പോലെ ജയമോഹൻ കമ്പനിയിൽ കാണിക്കുന്ന കറപ്ഷൻസ് മറന്ന് പറയാൻ ദേവി സാഗറിനെ വിളിച്ചു വരുത്താണ്. സാഗറും കൃഷ്ണനും ഇല്ലാത്ത ആ അവസരം ജയമോഹൻ നന്നായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. ജയമോഹൻ എന്തോ ഒരു കാര്യം ചെയ്തതിനെ പറ്റി തന്നെയാണ് ദേവിജി സാഗറിനോട് സംസാരിക്കുന്നത്. ജയമോഹന് ആ കമ്പനി വളർത്താനല്ല തകർക്കാനാണ് താല്പര്യം എന്ന് അയാളുടെ പ്രവൃത്തിയിൽ കൂടി മനസ്സിലാക്കാൻ സാധിക്കുന്നു. കൂടെ അഴിഞ്ഞാടാൻ തൻ്റെ മകളെ കൂടി അയാൾ വിട്ടിട്ടുണ്ടല്ലോ. ജയമോഹനാണ് അതിൻ്റെ സൂത്രധാരൻ എന്നും അയാൾ കരികൾ നീക്കുന്നത് എന്തോ ഒരു കാരണം ലക്ഷ്യം വെച്ചാണെന്നും ദേവിജി പറയുന്നുണ്ട്. മാനസയോട് നമ്മുടെ അടുത്ത പ്ലാൻ എന്താണെന്നും അതിനെ എങ്ങനെയാണ് നടപ്പിലാക്കേണ്ടത് എന്നും മാനസയോട് ചോദിക്കുമ്പോൾ തൻ്റെ പ്ലാൻ വിശദീകരിച്ച് ഞാൻ കോൺഫിഡൻസിലാണെന്നും ഈ പ്ലാൻ വർക്കൗട്ട് ആകുമെന്നും ബാക്കി ഞാൻ ആ കുടുംബത്തിൽ കയറിയിട്ട് പറയാമെന്നും പറയുന്നുണ്ട് മാനസ ഹേമലയോട്. അതൊക്കെ എനിക്ക് സംശയമുണ്ടെന്നും ഇതൊരിക്കലും വർക്കാവില്ലെന്നും അവർക്ക് എല്ലാത്തിലും വലുത് കൺമണിയാണെന്നൊക്കെ ഹേമ പറയുന്നുണ്ട്. പിന്നീട് ധനലക്ഷ്മിയോട് തൻ്റെ സ്വർണം പോയതിനെക്കുറിച്ചൊക്കെ പറയാണ് ധനലക്ഷ്മിയും അമ്മയും. ശ്രീനിയെ ശരിക്കും അവർ സ്വൈര്യം കെടുത്തുന്നുണ്ട്. അവർക്ക് എന്തായാലും അയാളെ ദ്രോഹിക്കണമെന്നേ ഉള്ളൂ. അതാണല്ലോ മുക്കുപണ്ടം പോയതിനെക്കുറിച്ച് പറഞ്ഞ് അയാളെ ശല്യപ്പെടുത്തുന്നത്. പറയുന്നതിനിടയ്ക്ക് ഈ പോയ സ്വർണ്ണ കൺമണിക്ക് ഒരിക്കലും ഇതിനിരട്ടി അവൾക്ക് ഉണ്ടാക്കാൻ അറിയാമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് കൺമണിയെ കൂടി കൊട്ടുന്നുണ്ട് കേട്ടോ. ഇത് കേട്ട് ശ്രീനിക്ക് ദേഷ്യം വരുന്നുണ്ടെങ്കിലും അയാളൊന്നും മിണ്ടുന്നില്ല കേട്ടോ.